എന്തിനാണ് വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല? എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ബൂത്തിന്റെ പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി എണ്ണേണ്ടത് പെരളശ്ശേരിയാണ്, ഇനി എണ്ണേണ്ടത് ധർമ്മടമാണ്, ഇനി എണ്ണേണ്ടത് പിണറായി പഞ്ചായത്താണ്. ഞങ്ങളുടെ ബൂത്തിൽ ഇരുത്താൻ സമ്മതിക്കാത്ത പ്രദേശങ്ങൾ, ഞങ്ങളുടെ ബൂത്തിൽ നിന്ന് നാട്ടി ഓടിച്ച പ്രദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ എന്റെ ബോർഡുകൾ, എന്റെ പ്രചരണ ബോർഡുകൾ, എന്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എന്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു, എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഇനി ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ 5 വർഷക്കാലം. അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പെരളശ്ശേരിയും ധർമ്മടവും പിണറായിയും കടന്ന് പോകുമ്പോൾ തീർച്ചയായും ധർമ്മടത്ത് ജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ്.